നമസ്കാരം, ഞാൻ സമാൻ. കേരളീയ വികസനത്തിന് പുതിയ പരിപ്രേക്ഷ്യം കാഴ്ചവെക്കുന്ന മീഡിയ വൺ കേരള സമ്മിറ്റിലേക്ക് സ്വാഗതം. ഒരു തോട്ടിയും സ്വന്തം മലം ചുമക്കാറില്ല എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഒരു നഗരവും സ്വന്തം മാലിന്യം വഹിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ സമകാലീന കേരളീയ വായന. ലാലൂരും വിളപ്പിൽശാലയും ഞളിയംപറമ്പും ദുർഗന്ധം വമിപ്പിച്ച് നമ്മുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മാലിന്യ പ്രശ്നങ്ങളെ അവഗണിക്കാൻ നമുക്കാവില്ല. മീഡിയ വൺ കേരള സമ്മിറ്റിൻ്റെ ഇന്നത്തെ എഡിഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ ഈ മാലിന്യ പ്രശ്നമാണ്. മറികടക്കുമോ മാലിന്യമലകൾ? കേരളത്തിലെങ്ങും മാലിന്യമലകളുടെ എണ്ണവും വണ്ണവും പ്രതിദിനം വികസിക്കുകയാണ്. വിളപ്പിൽശാല, ബ്രഹ്മപുരം, സർവോദയപുരം, ലാലൂർ, ഞെളിയംപറമ്പ്. ഇങ്ങനെ നഗരങ്ങളുടെ വിഴുപ്പുപേറുകളായ ഗ്രാമങ്ങളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. വായുവും വെള്ളവുമെല്ലാം ഗുരുതരമാംവണ്ണം മലിനമായി കഴിഞ്ഞ ഇവിടങ്ങളിലെല്ലാം മനുഷ്യജീവിതം അത്യധികം ദുസ്സഹമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും തടുത്തു നിർത്താൻ കഴിയാത്ത വിധം ജനങ്ങളുടെ പ്രതിഷേധവും ശക്തമാണ്. വിളപ്പിശാലയിലോട്ട് ഒരു വണ്ടി ചവറ് ഞങ്ങൾ കടത്തിവിടില്ല, അത് ഉറപ്പാണ്. ഇതുപോലത്തെ ഒരു ദുരന്തത്തിന് കൂട്ടു നിൽക്കാൻ എന്തായാലും ഞങ്ങൾ നിൽക്കൂല, സമ്മതിക്കൂല. സങ്കീർണമായ ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാനും സത്വര പരിഹാരം കാണാനും നമ്മുടെ ഭരണകൂടങ്ങൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. പരിസര മലിനീകരണം കൂടുതൽ രൂക്ഷമാകുമ്പോഴും ജനരോഷം കൂടുതൽ സംഘർഷാത്മകമാകുമ്പോഴും മാത്രം ആവേശപ്പെടുന്ന ചർച്ചകളാണ് ഈ രംഗത്ത് നടക്കാറുള്ളത്. പരിഹാരത്തിനായി സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികളാവട്ടെ ഭീമമായ സാമ്പത്തിക നഷ്ടം മാത്രം ബാക്കിയാക്കുന്നവയും. ജനപ്പെരുപ്പവും ജീവിതശൈലീ മാറ്റവും മാലിന്യ പ്രശ്നം ഇനിയും കൂടുതൽ രൂക്ഷമാക്കുകയുള്ളൂ. ഈ യാഥാർത്ഥ്യം മുൻനിർത്തി മാലിന്യ സംസ്കരണത്തിന് ശാശ്വത പരിഹാരം അന്വേഷിക്കുകയാണ് കേരള സമ്മിറ്റി. ഇന്നത്തെ ചർച്ചയിൽ വളരെ വിശിഷ്ടരായ 4 വ്യക്തികൾ നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ജോർജ് ചാക്കച്ചേരി, ആക്ടിവിസ്റ്റും പൊതുപ്രവർത്തകനുമായ ശ്രീ CR നീലകണ്ഠൻ, ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഗവേഷകനും വെബ് ആക്ടിവിസ്റ്റുമായ ശ്രീ VK ആദർശ്, വേസ്റ്റ് മാനേജ്മെൻറ്റിൽ സ്വന്തമായ ഒരു ശൈലി വികസിപ്പിച്ചെടുത്ത ശ്രീ ജോയ് കൊടുങ്ങല്ലൂർ. മുഴുവൻ അതിഥികളെയും സദസ്സിനെയും നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നേരത്തെ ഇവിടെ നമ്മൾ കാണിച്ചതുപോലെ യഥാർത്ഥത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ചില പ്രഖ്യാപനങ്ങൾ നടത്തുക, ചില പദ്ധതികൾ നടപ്പിൽ വരുത്തുക എന്നതിനപ്പുറത്ത് വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്ത് പദ്ധതിയാണ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ശുചിത്വ മിഷൻ്റെ പക്കലുള്ളത്? ശ്രീ ജോർജ് പ്രതികരിക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് തന്നെയാണ് കണക്കാക്കിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളാണ് ശുചിത്വ മിഷൻ വഴി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ കേരള സർക്കാരിൻ്റെ ഇപ്പോഴത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു 3 prong അപ്രോച്ചാണെന്നാണ് നമ്മൾ പറയുക. 3 തരത്തിലാണ് നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഒന്ന്, 50% മാലിന്യം വരുന്നത് നമ്മുടെ വീടുകളിൽ നിന്നും അതുപോലെയുള്ള ഉറവിടങ്ങളിൽ നിന്നുമാണ്. അത് ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുക എന്നുള്ളത്. അതിന് വലിയ തോതിലുള്ള സബ്സിഡി നൽകിക്കൊണ്ട് 90% വരെ സബ്സിഡി നൽകിക്കൊണ്ടുള്ള സംരംഭമാണ് സർക്കാർ നടപ്പാക്കി വരുന്നത്. രണ്ടാമത്തേത്, നമുക്കിന്നുള്ള 65 മുനിസിപ്പാലിറ്റി നഗരസഭകളുള്ളതിൽ പകുതിയുള്ള എണ്ണത്തിന് അവരുടേതായിട്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുണ്ട്, ട്രഡീഷണൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 10% പഞ്ചായത്തുകൾക്കുണ്ട്. ഇത് മോഡേണൈസ് ചെയ്യുക, അല്ലെ അപ്ഗ്രേഡ് ചെയ്യുക, അതിന് 100%
സർക്കാർ അതിന് സാമ്പത്തിക സഹായം ശുചിത്വ മിഷൻ വഴി നൽകുന്നത്. മൂന്നാമത്തേത്, ഈ സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് 7 നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. അത് ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഗവൺമെൻറ് പദ്ധതികളെക്കുറിച്ച് ശ്രീ ജോർജ് പറഞ്ഞത് താങ്കൾ കേട്ടു, ശ്രീ CR നീലകണ്ഠൻ. യഥാർത്ഥത്തിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്താണ് മാലിന്യ രംഗത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം? എവിടെയാണ് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് മാലിന്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്? കേരളത്തിലെ മാലിന്യ പ്രശ്നം യഥാർത്ഥത്തിൽ അതിൻ്റെ അടിസ്ഥാനപരമായി തന്നെ സമീപിക്കാൻ ഇതുവരെ ഒരു സർക്കാരിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. കേരളത്തിലെ മാലിന്യത്തിൻ്റെ അളവ്, അതിൻ്റെ സ്വഭാവം, കേരളത്തിൻ്റെ പ്രത്യേകതകൾ, കേരളീയരുടെ പ്രത്യേകതകൾ, ഇവിടുത്തെ ഭൂമിയുടെ അവസ്ഥ, കാലാവസ്ഥ, നീരൊഴുക്ക്, ഇങ്ങനെ നിരവധി ഘടകങ്ങൾ നമുക്ക് എടുക്കാനുണ്ട്. നമ്മുടെ ആവാസ വ്യവസ്ഥ എടുക്കാനുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഇതുവരെ ശ്രമിച്ചത് മുഴുവൻ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനത്തിനാണ്. ഒരു കാലത്തും കേരളത്തിൽ ഒരൊറ്റയിടത്ത് പോലും, ഞാൻ വീണ്ടും പറയുന്നു, 98 മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണം. ഒരു ഗ്രാമത്തിൽ ഒരു നഗരത്തിൻ്റെ മുഴുവൻ മാലിന്യവും കൊണ്ടിടുന്ന ഏത് സംവിധാനവും പരാജയമാണ്. ഒന്ന്, കാരണം കേന്ദ്രീകൃത മാലിന്യ സംവിധാനം വരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഒന്ന് നിയമവിരുദ്ധവുമാണ്. സംവിധാനം തെറ്റെന്ന് പറഞ്ഞല്ല, ഇപ്പോൾ നിയമമുണ്ട്. ഞാനിപ്പോൾ ശ്രീ ജോർജ് അടക്കം നിയമം പാലിച്ചുകൊണ്ട് എവിടെയെങ്കിലും മാലിന്യ സംസ്കരണ സംവിധാനം നഗരസഭകൾ നടത്തുന്നുണ്ടോ? നിയമം. ഒരു ഉദാഹരണം, മാലിന്യം, ആ നിയമത്തിൽ മാലിന്യം കൊണ്ടുപോകുമ്പോൾ ബയോഡീഗ്രേഡബിൾ, നോൺ ഡീഗ്രേഡബിൾ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാവുന്ന നിയമമുണ്ട്. ബ്രഹ്മപുരത്തേക്ക്, ഇപ്പോൾ നമ്മൾ ബ്രഹ്മപുരത്തിന് അടുത്തായിരിക്കുന്നത്, കൊച്ചി നഗരസഭയിൽ നിന്ന് ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുവരുന്ന മാലിന്യം എങ്ങനെയാണ്? വിളപ്പിൽ ശാലയിലേക്ക് കൊണ്ടുവരുന്ന മാലിന്യം. നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഒരു പുണ്യക്ഷേത്രം ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ട്, ഓരോ നഗരത്തിൻ്റെ കൂടെ. ഇപ്പം നേരത്തെ പറഞ്ഞ വിളപ്പിൽ ശാല, കുരിപ്പുഴ, സർവോദയപുരം, പെട്ടിപ്പാലം, ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ, ചക്കങ്കണ്ടം, ലാലൂര് ഒക്കെ നമുക്കറിയാം, ഒക്കെ പുണ്യ സ്ഥലങ്ങളാണ്. കാരണം ആ പുണ്യ സ്ഥലത്താണ് ഞാൻ ഈ സ്ഥലത്തൊക്കെ നമ്മൾ പോയാൽ കാണുന്ന ഒരു കാര്യം, അവിടേക്ക് കൊണ്ടുവരുന്നത് മിക്സഡായ മാലിന്യങ്ങളാണ്. മിക്സഡായ മാലിന്യം കൊണ്ടുപോകാൻ പാടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ബ്രഹ്മപുരത്തിരുന്ന മാലിന്യം ഹൈക്കോടതിയിൽ അവിടെ ഇട്ടാലും എന്ത് നിയമവിരുദ്ധതയാണുള്ളത് അത് തന്നെ ബ്രഹ്മപുരത്ത് ഇട്ടാലും ഉള്ളത് ആണ് വ്യത്യാസം. ബ്രഹ്മപുരത്ത് ചെയ്യുന്ന നിയമവിരുദ്ധമാണ്, ഹൈക്കോടതി ഇവിടെ നിയമവിരുദ്ധമാണ്. പിന്നെ ബ്രഹ്മപുരം ഞങ്ങളുടെ സ്ഥലമാണ് ഇടാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല. അപ്പോൾ ഞാനൊരു ഉദാഹരണം, മാലിന്യ സംസ്കരണം പ്ലാന്റ് ഉണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ തട്ടിപ്പ് പ്ലാന്റാണ്. അങ്ങനെ ഒരു സാധനം ഈ ഭൂമിയിൽ നഗരസഭകൾക്കില്ല. ഈ പറഞ്ഞ ഒരു സ്ഥലത്തും, ഞാൻ ഈ പറഞ്ഞ ഒരു സ്ഥലത്തും ഇല്ല. പ്ലാന്റ് ഇല്ല. പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ ആൾ വിചാരിക്കണമെന്ന് അറിയോ? ഒരു വലിയ ഷെഡ് കെട്ടി ഇത് കൊണ്ട് കൂട്ടിയിട്ടാണ് പ്ലാന്റ് ആയിരുന്നത്. അപ്പോൾ ഇത് കൊണ്ട് കൂട്ടിയിടുന്നതാണ് പ്ലാന്റ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ മാലിന്യം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഫാദർസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ വേസ്റ്റ്, മെഡിക്കൽ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, മറ്റേ മരം, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരിക്കലും ഡീൽ ചെയ്യാൻ പറ്റാത്ത സംഗതിയാണ്. ഒന്നും വേണ്ട, ഒരു സെൽഫോണിൻ്റെ ബാറ്ററി കിടന്നാൽ 1 ടൺ മാലിന്യം അതിലെ ഒരു ബയോഡിഗ്രേഡേഷനും നടക്കാത്ത രൂപത്തിലുള്ള സംഗതിയുണ്ട്. അത് നമ്മൾ പരിഗണിക്കാതെ മാലിന്യം കൊണ്ട് കൂട്ടിയിടുക, എന്നിട്ട് അവിടെയുള്ള ജനങ്ങളത് സഹിച്ചോട്ടെ, അത് തടഞ്ഞാൽ അത് നിയമവിരുദ്ധമാവുക. ഇങ്ങനെയുള്ള വളരെ തെറ്റായ, കേരളത്തെ മനസ്സിലാക്കാത്ത, എന്നിട്ട് പഞ്ചാബിലുണ്ട്, ജർമ്മനിയിലുണ്ട്, യൂറോപ്പിലുണ്ട്, ഇവിടെ നിന്ന് പൈസ ചിലവാക്കി പോവുക, കാണാൻ പോവുക, കണ്ടിട്ട് വരിക, അവിടുത്തെ മോഡൽ ഇവിടെ. അങ്ങനൊരു മോഡലില്ല കേരളത്തിന്. കേരള മോഡൽ മാലിന്യ സംസ്കരണ സംവിധാനം വേണം. അതിന് കേരളത്തിൻ്റെ വികസനത്തിൽ, മനുഷ്യൻ്റെ ജീവിതത്തിൽ, എല്ലാത്തിലും മാറ്റം വേണം. ഞാൻ അതിൻ്റെ നമുക്കെങ്ങനെ കക്കൂസിലേക്ക് നമ്മൾ എത്തിയോ, പണ്ട് പുറത്ത് കക്കൂസ് ചെയ്തിരുന്നിരുന്ന എങ്ങനെ വീടിനകത്ത് കക്കൂസ് വന്നുവോ അതുപോലെ ഉറവിടത്തിൽ സംസ്കരിക്കാൻ കഴിയുന്ന തരത്തിൽ മാലിന്യത്തിന് പരിഹാരം കാണാൻ ശ്രമിച്ചില്ലെങ്കിൽ അതിന് ഒന്നും നടക്കില്ല. അദ്ദേഹം പറഞ്ഞ പോലെ വളരെ ലളിതമായിട്ടൊന്നും അങ്ങനൊരു പരിഹാരമില്ല. ശ്രീ ജോയ്, താങ്കൾ ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട് സ്വന്തമായ ചില രീതികൾ നിങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ്, എന്താണ് കേരളത്തിലെ മാലിന്യ പ്രശ്നം? നമ്മൾ ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് തന്നെ താങ്കളുടെ പ്രതികരണം അറിയാൻ താല്പര്യമുണ്ട്. നമ്മൾ മാലിന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്ന് തുടങ്ങി മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നത്, അത് നമ്മൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. ഇപ്പം ഇത്രയും ഇവിടെ ചർച്ച ചെയ്തതൊന്നും ഇതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളിൽ ആരും തന്നെ പറഞ്ഞില്ല. നമുക്ക് എന്ന് തുടങ്ങി മാലിന്യത്തിൻ്റെ പ്രശ്നം? നഗരങ്ങളുണ്ടായ അന്ന് തുടങ്ങി. ഉത്തരം വേണമെങ്കിൽ നഗരങ്ങളുണ്ടായ അന്ന് തുടങ്ങി മാലിന്യ പ്രശ്നം ഉണ്ടായി എന്നുള്ളതായിരിക്കും നമ്മളെല്ലാവരും പറയുക. ആ പറയുന്നതെല്ലാം തെറ്റാണ്. നഗരങ്ങൾ 5000 വർഷങ്ങളായിട്ട് നഗരങ്ങളുള്ളതിന് നമുക്ക് വ്യക്തമായ രേഖകളുണ്ട്. 2000 വർഷത്തിനിപ്പുറം സജീവ നഗരങ്ങളുണ്ടായിട്ടുണ്ട്. ഈ നഗരങ്ങളിലൊന്നും 90 വർഷങ്ങൾക്കപ്പുറം വരെ മാലിന്യത്തിന് യാതൊരു 90-100 വർഷത്തിനപ്പുറം വരെ മാലിന്യം കൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ 100 വർഷത്തിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ വന്ന് തുടങ്ങിയിട്ടുള്ളത്. അത് എങ്ങനെ തുടങ്ങി? നമ്മളെ കുടിവെള്ളം നശിക്കുന്ന രീതിയിലാണ്
സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്ന അതാണ് ഇപ്പോൾ ശ്രീ CR നീലകണ്ഠൻ സാർ പറഞ്ഞത്. ഉറവിട മാലിന്യ സംസ്കരണത്തിൻ്റെ ആദ്യഘട്ടമായിട്ട് സെപ്റ്റി ടാങ്കിനെ കുറിച്ചാണ് അദ്ദേഹം വിവരിച്ചു വന്നത്. ഈ സെപ്റ്റി ടാങ്കാണ് ഏറ്റവും വലിയ മലിനീകരണം ഉണ്ടാക്കുന്ന വസ്തു. നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിനെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് സെപ്റ്റി ടാങ്ക്. അതേപോലെ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെപ്റ്റി ടാങ്കാണ്. വീണ്ടും നമ്മൾ ഉറവിട മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞുകൊണ്ട് സെപ്റ്റി ടാങ്കിൻ്റെ മറ്റൊരു വേർഷനാണ് ഇന്ന് ബയോഗ്യാസ് പ്ലാന്റുകളും ഉറവിട മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ശുചിത്വ മിഷനും മറ്റൊരും കൊടുത്തുകൊണ്ടിരിക്കുന്ന പൈപ്പ് കമ്പോസ്റ്റ് ഇവ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതെല്ലാം വന്നുകൊണ്ട് നമ്മളുടെ കുടിവെള്ളം നിത്യവും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ ബഡ്ജറ്റിൽ മാണി സാറ് പറഞ്ഞിട്ടുണ്ട് ഉറവിട മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കും. അതേസമയം തന്നെ അദ്ദേഹം പറയുന്നു കേരളത്തിലെ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ 35% പൊല്യൂട്ടഡ് എന്ന്. കേരളത്തിൽ മാത്രമേ ഇന്നും മാലിന്യത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾ വരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ പോപ്പുലേഷൻ കൂടുതൽ, നമുക്ക് സ്ഥലമില്ലായ്മ. മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ തൊട്ടടുത്ത കോയമ്പത്തൂർ മുനിസിപ്പാലിറ്റി 2000 ഏക്കർ സ്ഥലം അവർക്കുണ്ട്. മൈസൂർ മുനിസിപ്പാലിറ്റി 6000 ഏക്കർ സ്ഥലം അവർക്കുണ്ട്. അവിടെ വെറുതെ കൊണ്ടുവന്നിട്ടാൽ മതി, അവിടെ പ്ലാന്റ് ഒന്നും ആവശ്യമില്ല. വെറുതെ കൊണ്ടുവന്നാൽ എങ്കിലും അവിടെ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞ് പേരിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നേരത്തെ CR പറഞ്ഞ രീതിയിൽ അവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കുന്നു, അവിടെ കുറേ എന്തെങ്കിലുമോ ചെയ്യുന്നു. ഇതുമാത്രമാണ് അവിടെയൊക്കെ നടക്കുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ സംസ്കരണം ഒരിടത്തും ചെയ്യുന്നില്ല. ജോയി ഗ്രാമനഗരത്തിൻ്റെ വ്യത്യാസം പറഞ്ഞു. എന്താ ഗ്രാമനഗരം തമ്മിലുള്ള ബന്ധം എന്നറിയാതെ ചെയ്തുകൂടാ. ഗ്രാമത്തിലാണ് ജൈവമായ ഉൽപ്പാദനം നടക്കുന്നത്. ഗ്രാമത്തിലെ ഉൽപ്പാദനം നഗരത്തിൽ ഉപഭോഗത്തിനെത്തുകയും നഗരത്തിലെ വേസ്റ്റ് ഗ്രാമത്തിൽ വളമായി വരികയും ചെയ്യുന്ന വലിയ സൈക്കിളാണ് ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും. കേരളത്തിൽ അതില്ല. കേരളത്തിൽ ഗ്രാമമില്ല. അതാണ് നമ്മുടെ പ്രശ്നം. പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമമായി നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടാണ്. ഇത് വളമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ജൈവ സംവിധാനം കേരളത്തിൽ ഇല്ല.